അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർറഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസീബ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 45-ാമത്തെ വചനം നമുക്ക് ഇപ്രകാരം വായിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ ഇലല്ലദീന ഊതൂ നസീബൻ മിനൽ കിതാബി യശ്തറൂനൽ ളലാലത വയുരീദൂന അൻ തദില്ലൂ സബീലാ. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ, ഇലല്ലദീന, ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ. ഊതു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നസീബൻ, ഒരോഹരി, ഒരംശം, ഒരു ഭാഗം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരംശം അല്ലെങ്കിൽ ഒരോഹരി നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ. ആ ഒരംശം എന്ന് പറയുന്നത് മിനൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നിന്നാണ്. വേദഗ്രന്ഥത്തിൽ നിന്നും ഒരംശം, ഒരു ഭാഗം നൽകപ്പെട്ടവരെ നിങ്ങൾ കാണുന്നില്ലേ. യശ്തറൂന, അവർ വാങ്ങുന്നു, ആ നൽകപ്പെട്ട ആളുകൾ വാങ്ങുന്നു. അള്ളലാലത്ത, ദുർമാർഗത്തെ. വേദഗ്രന്ഥത്തിൻ്റെ ഒരംശം നൽകപ്പെട്ട ഒരു വിഭാഗം ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ. അവർ ദുർമാർഗത്തെ വാങ്ങുകയാണ് ചെയ്യുന്നത്. യുരീദൂന, അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നു. അൻ തദില്ലൂ, നിങ്ങൾ വഴിവിട്ടു പോകുവാൻ, ദുർമാർഗത്തിലാകുവാൻ. അസബീല എന്ന് പറഞ്ഞാൽ നേർവഴി. നിങ്ങൾ നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും വേണം എന്ന് അവർ ഉദ്ദേശിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണിത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം കാര്യങ്ങൾ, പാഠങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. അലം തറ, നീ കാണുന്നില്ലേ. അത് പ്രവാചകനോട്, അതുപോലെ മനുഷ്യരാശിയോട്, മനുഷ്യ ഗുണത്തിലെ ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കുകയാണ്. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ. ഇലല്ലദീന ഊതു നസീബൻ, ഒരു വിഭാഗം ആളുകളുണ്ട്, അവർക്ക് ഒരല്പം കിട്ടിയിട്ടുണ്ട്. എന്തിൽ നിന്നാ? മിനൽ കിതാബി, വേദഗ്രന്ഥത്തിലുള്ള ഒരല്പം ചില കാര്യങ്ങൾ അവർക്കറിയാം. അപ്പോൾ ആ അല്പം ചില കാര്യങ്ങൾ അറിയാവുന്നത് വെച്ചുകൊണ്ടാണ് അവർക്ക് തോന്നുന്നത് പോലെ അവർ ജീവിക്കുന്നത്. യശ്തറൂന ളലാലത, അവർ ദുർമാർഗത്തെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഒരംശം വേദഗ്രന്ഥം കൊണ്ട് കേട്ടോ, ആ അംശം കയ്യിൽ വെച്ചുകൊണ്ട് അവർ ദുർമാർഗത്തെയാണ് വാങ്ങുന്നത്. അതുപോലെ യുരീദൂന അൻ തദില്ലു സബീല, നിങ്ങളും വഴിപിഴച്ചു പോകുവാൻ അവർ ഉദ്ദേശിക്കുന്നു. നിങ്ങൾ നേർവഴിയിലൂടെ പോകരുത്. ഇത് ഈ
വചനത്തെ ഹസ്രത്ത് ഖലീഫത്തുള്ള വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം. ഗോഡ് ലവ്ഡ് വെരി മച്ച് ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള ആളുകളെ അല്ലാഹു തആല വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നൽകിയ വേദഗ്രന്ഥം അത് ആർക്കാണോ നൽകപ്പെട്ടത്, ആ കിട്ടിയ ആളുകളെ, ആ ലഭിച്ച ആളുകളെ അല്ലാഹു വളരെയധികം സ്നേഹിക്കുന്നു. അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. ഇവിടെ നമ്മൾ പരാമർശ വിഷയമായി നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ലോകത്ത് കിട്ടിയതായി ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. വെൻ ദേ ഫെൽ ഇൻ ടു ഡിസ്ബിലീഫ്, ഇനി അവർക്ക് ഈ വേദഗ്രന്ഥമൊക്കെ കൈവച്ചിട്ട് അവർ എന്ത് ചെയ്തു? ഡിസ്ബിലീഫിലേക്ക് പതിച്ചു, അവിശ്വാസത്തിലേക്ക്. ഈ വേദഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ച് അവർ ചെയ്യേണ്ടതാണ്. പക്ഷെ അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട്. അതിന് ഒരിടത്ത് അല്ലാഹു തആല പറഞ്ഞത്, അത് യഹ്മിലൂന തൗറാത്ത, അവർ അത് ഇതിനെയൊക്കെ ചുമക്കുന്നത് അവർ കഴുതപ്പുറത്തിരിക്കുന്ന ഒരു ഭാണ്ഡം പോലെയാണ്. വേദഗ്രന്ഥം അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അതിനകത്ത് എന്താ പറയുന്നതെന്ന് അവർക്കറിയില്ല. അങ്ങനെ വെൻ ദേ ഫെൽ ഇൻ ടു ഡിസ്ബിലീഫ്, ചുരുക്കത്തിൽ അവർ അവിശ്വാസത്തിലേക്ക്. അവരുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട്, കഴുതപ്പുറത്തിരിക്കുന്ന വേദഗ്രന്ഥം പോലെയാണ്, അതിനറിയത്തില്ല എന്ന് പറയുന്നത് പോലെ ഈ വേദഗ്രന്ഥത്തിലുള്ള ആളുകൾ അവർ അവിശ്വാസത്തിലേക്ക് ആപതിച്ചപ്പോൾ, ആൻഡ് റിജക്റ്റഡ് ദ ഫേവേഴ്സ് ഓഫ് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ അവർ തിരസ്കരിച്ചപ്പോൾ, അല്ലാഹു തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രവാചകന്മാരിലൂടെ ലഭ്യമാകുന്ന ദിവ്യ സന്ദേശവും. അതനുസരിച്ച് നിങ്ങൾ ഇഹലോകത്ത് ജീവിച്ച് ഇവിടെ മരണപ്പെട്ട് നിങ്ങൾ പരലോകയാത്ര വിജയപ്രദമായി തീർന്ന് അള്ളാഹുവിൻ്റെ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനുള്ള വഴികൾ കൊടുക്കുന്ന അതിനേക്കാൾ വലിയ അനുഗ്രഹം എന്താണ്? ഈ അനുഗ്രഹമാണ് നമുക്കിപ്പം വേണ്ടാത്തത്. നമുക്കറിയാം അധികപ്പറ്റായി. ഇത് നമ്മൾ മാത്രമല്ല, ഇതിനു മുമ്പുള്ള ആളുകളെല്ലാം ഇങ്ങനെയുള്ള ഭയങ്കരന്മാരായിരുന്നു, വേദഗ്രന്ഥവും കൈ വെച്ചുകൊണ്ട് കാണിക്കുന്ന ആളുകൾ. ആൻഡ് ബിക്കെയിം ദ എനിമീസ് ഓഫ് ഹിസ് പ്രോഫറ്റ്സ്, അതുപോലെ അവൻ്റെ ദൂതന്മാരുടെ പ്രവാചകന്മാരുടെ ശത്രുക്കളായി തീരുകയും ചെയ്തു. തൗറാത്തും ഇഞ്ചീലുമൊക്കെ കൈ വെച്ചുകൊണ്ട് അവർ ദൈവദൂതന്മാരെ നിഷേധിക്കുക മാത്രമല്ല അവരുടെ ശത്രുക്കളായി തീരുകയും. അല്ലാഹ് റിമൂവ് ദീസ് ബ്ലെസ്സിങ്സ്, അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന അനുഗ്രഹം, ദൂതന്മാരിലൂടെ നൽകുന്ന സന്ദേശങ്ങളും, അത് അല്ലാഹ് റിമൂവ് ദീസ് ബ്ലെസ്സിങ്സ് ഫ്രം ദം, അവരിൽ നിന്ന് അല്ലാഹു തആല നീക്കി. ജൂത ക്രിസ്തീയ ആളുകളിൽ നിന്ന് ഈ അനുഗ്രഹത്തെ, ദൈവിക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളതും, അവരിലൂടെ അവർക്ക് ദിവ്യ സന്ദേശം നൽകി അവരെ രക്ഷപ്പെടുത്തുവാനുള്ള വഴികളും അവൻ അവിടെ ക്ലോസ് ചെയ്യുന്നു. ആൻഡ് ഗേവ് ഇറ്റ് ടു ദ ഡിസെൻഡൻസ് ഓഫ് ഇസ്മായിൽ അലൈഹിസ്സലാം, എന്നിട്ട് അവരിൽ നിന്ന് അതിന് സ്വീകരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളായതുകൊണ്ട് ഇസ്മായിൽ പരമ്പരയിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ അനന്തരാവകാശികളായി ബ്ലഡ് റിലേഷൻസിലൂടെ വന്ന ആളുകളിലേക്ക്, ദ ബയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഫോർഫാദർ ഓഫ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകൻ്റെ പൂർവ്വപിതാവായ, അത് രക്തബന്ധത്തിലൂടെ തന്നെ എത്തിച്ചേരുന്ന പൂർവ്വപിതാവായ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ അനന്തരാവകാശികളിലേക്ക് അല്ലാഹു തആല മാറ്റിക്കൊടുത്തു. അവരത് അർഹരല്ലാതായി വന്നപ്പോഴാണ് അപ്രകാരം മാറ്റിക്കൊടുത്തത്. ഇപ്പോൾ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഇങ്ങനെ എൻ്റെ സമുദായത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഇന്നല്ലാഹ യബ്അസു എന്ന് പറഞ്ഞ് അല്ലാഹു അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ നൂറ്റാണ്ടിലും ഓരോ പാവപ്പെട്ടവർ വന്ന് അല്ലാഹ് അയച്ചതാണെന്ന് പറഞ്ഞിട്ട് ഈ മുസ്ലിം ലോകം ചവറ് പോലെ
കൂണുപോലുണ്ട്, കോടാനുകോടിയുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും സ്വീകരിച്ചോ, എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും ചെയ്യുന്നോ? സ്വീകരിച്ചവരെന്ന് പറയുന്നവർ തന്നെ എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കിയാൽ മതി. അപ്പോൾ വെൻ ദ ലാറ്റർ കെയിം ഇൻ ദ അറേബ്യൻ പെനിൻസുല, അങ്ങനെ അറേബ്യൻ ഉപദ്വീപിൽ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്നും വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ വന്നപ്പോൾ ദ അറബ് ക്രിസ്ത്യൻസ് ആൻഡ് അറബ് ജ്യൂസ്, അറബി ക്രിസ്ത്യാനികളും അറബി ജൂതന്മാരും സ്കോഫ്ഡ് അറ്റ് ഹിസ് മെസ്സേജ്, അദ്ദേഹത്തിന് ലഭിച്ച മെസ്സേജിനെ സ്കോഫ്ഡ് അറ്റ്, അധിക്ഷേപിച്ചു, ആക്ഷേപിച്ചു, മോശപ്പെടുത്തി. ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ആൻഡ് പെർസിക്യൂട്ടഡ് ഹിം ഇൻ ഡിഫറെൻറ്റ് വേയ്സ്, എന്നിട്ട് പല വിധത്തിലുള്ള പീഡനങ്ങൾ അദ്ദേഹത്തിനെതിരിൽ അവർ അഴിച്ചുവിട്ടു. അപ്പം അറേബ്യൻ ഉപദ്വീപിലേക്ക് മാറ്റപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപാരമ്പര്യം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിലേക്കും എത്തിച്ചേരുന്ന അതിലേക്ക് അല്ലാഹു തആല മാറ്റിക്കൊടുത്തു ബ്ലെസ്സിങ്സ്. എന്താണ്? ദൈവിക വചനങ്ങളും അതുപോലെ പ്രവാചകന്മാരുടെ ആഗമനവും അവിടെ കൊടുത്തു. മറ്റവരതിന് യോഗ്യതയില്ലാത്തവരായതുകൊണ്ട് പ്രവാചകന്മാരെ ആക്ഷേപിക്കുകയും ദൈവവചനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്ത അവരിൽ നിന്ന് മറ്റൊരു ദൂതനെ മാറ്റി അവരുടെ തന്നെ പൂർവ്വപിതാവായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഒക്കെ അനന്തരാവകാശികളായിട്ട് വന്ന ഒരു ആളിലേക്ക് മാറ്റിക്കൊടുത്തു. അവരത് യോഗ്യതയില്ലാതെ വന്നപ്പോഴാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ മാറ്റപ്പെട്ട അവരെ എന്ത് ചെയ്തു? പല രീതിയിലുള്ള പീഡനങ്ങൾ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ കാലത്തിലേക്ക്, പാസ്റ്റ് ടെൻസിലേക്ക് നമുക്ക് തള്ളിവിടാൻ പറ്റില്ല. ചെയ്തു, ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സിമ്പിൾ പാസ്റ്റും സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പറഞ്ഞാൽ പോരാ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് എപ്പോഴും വരെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഖിയാമത്ത് നാൾ വരെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു ഓഹരി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് ജൂതന്മാർ എന്താണ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കണ്ണ് തുറന്ന് നോക്കണം, ചിന്തിക്കണം. തന്നിരിക്കുന്ന ഈ അവയവങ്ങളൊക്കെ വെറുതെ നല്ല സാധനങ്ങൾ വാരി തിന്നാൻ വേണ്ടി മാത്രമല്ല, അത് നല്ലതുപോലെ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നും ഈ ജൂത ക്രിസ്തീയ അവരെന്താ ആഗ്രഹിക്കുന്നത്? യുരീദൂനാൻ തദില്ലു സബീല, നേർമാർഗം വിട്ട് നിങ്ങൾ വഴിപിഴച്ച് പോകണം. അതാണ് അവരുടെ ആഗ്രഹം. അതവർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അടിമകളായി പോകാത്ത ഏത് ഷേഖന്മാരാണ് ഉള്ളത്? ഏത് ഭരണാധികാരികളാണ് ഉള്ളത്? ഏത് ജനതയാണ് ഉള്ളത്? ഇന്നും അവരുടെ കൂടെ പോയി അടിമവൃത്തി ചെയ്യുന്നു. അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അപ്പോഴേ മതഭ്രഷ്ട് കൽപ്പിച്ച് അവരെ പുറത്താക്കി കളഞ്ഞു. നിഷ്ഠൂരമായ നിലയിൽ എത്ര വർഷങ്ങളായിട്ട് അറുകൊല ചെയ്തുകൊണ്ടിരുന്നിട്ട് മിണ്ടാത്ത ഇവർക്ക് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വംശപരമ്പരയിൽ വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരാണെന്ന് ആരാ വിശ്വസിക്കുന്നത്? ഇവരെ മുസ്ലിങ്ങളെന്ന് പറയുന്ന നാക്ക് തന്നെ ദുഷിച്ചു പോകും. അത്രത്തോളം അവർ അത് പതിച്ചു പോയിരിക്കുന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് മാറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെയും അദ്ദേഹത്തെയും പല രീതിയിൽ അവർ പെർസിക്യൂട്ടാണ്, അവർ പീഡിപ്പിച്ചു. പീഡനങ്ങളുടെ ഒരു ശൃംഖല തന്നെ അഴിച്ചുവിട്ടു. അതിന്ന് നമ്മൾ കാണുന്നില്ലേ ഈ ലോകത്ത്? ആ പീഡനങ്ങളുടെ തന്നെ ഒരു ശൃംഖല ലോകത്ത് ഈ ഭരണാധികാരികളൊക്കെ കയറിയിരുന്നു കൊണ്ട് ഈ പീഡനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് പരവതാനി വരച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ. അല്ലാഹ് ഡിറ്റസ്റ്റഡ് ദം ഫർദർ, അല്ലാഹു തആല അവരെ അങ്ങേയറ്റം വെറുത്തു. വെൻ ദേ റിയാക്റ്റഡ് ഇൻ ദിസ് വേ, എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിൽ അവർ പെരുമാറിയത് കൊണ്ടാണ് അല്ലാഹു അങ്ങേയറ്റം വെറുത്തത്.
ഇതിനെ ഇന്നത്തെ സാഹചര്യമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ, ഈ നൂറ്റാണ്ടുകളിലൂടെ വന്ന ഈ മഹാത്മാക്കളെ തള്ളിക്കളഞ്ഞ ഈ മുസ്ലിം ലോകത്തിനെ അള്ളാഹു സ്നേഹിച്ചു വെച്ചിരിക്കുകയാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ വെൻ ദേ റിയാക്റ്റഡ് ഇൻ ദിസ് വേ, ഈ നിലയിൽ അവർ പെരുമാറിയപ്പോൾ അള്ളാഹു തആല അവൻ്റെ ക്രോധം അള്ളാഹ് ഡിറ്റസ്റ്റഡ് ഫർദർ, അവരെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അള്ളാഹു വെറുത്തു. Despite knowing very well of the prophecies and teachings contained in their revealed books, അവർക്ക് വെളിപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്ന അധ്യാപനങ്ങളും വളരെ വ്യക്തമായി പ്രവചനം ചെയ്ത കാര്യങ്ങളെയും എല്ലാം അവരറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ അവർ തള്ളിക്കളഞ്ഞു. ഇന്ന് നമുക്കറിയാമേതൊന്നുമല്ലല്ലോ നമുക്ക് ഈ ദീനിനോട് ഒരു കൂറുമില്ല എന്നുള്ള കാര്യം നല്ലതുപോലെ നമുക്കറിയാം. ദീനിനു വേണ്ടിയുള്ള കൂറ് എങ്ങനെയാണ് എന്ന് കാണിച്ചു തന്നിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ തങ്ക ലിപികളിൽ എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളും അതിൻ്റെ വാക്കുകളും എല്ലാം നമ്മുടെ കൈകളിലുണ്ട്. പക്ഷേ നമ്മളൊരണുകിട അനങ്ങത്തില്ല. അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളെക്കാളും ഹൃദയം കടുത്തു പോയവരാണോ എന്ന് വേദഗ്രന്ഥമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെരി വെൽ ദ പ്രോഫസീസ് ആൻഡ് ടീച്ചിങ്സ് കണ്ടെയ്ൻഡ് ഇൻ ദ റിവീൽഡ് ബുക്സ്, അങ്ങനെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട വെളിവാക്കപ്പെട്ട കാര്യങ്ങളെ, അധ്യാപനങ്ങളെ, പ്രവചനങ്ങളെ എല്ലാം അവരെന്താ ചെയ്തത്? അവരറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. The Torah and Gospels about the coming of the best of mankind, മാനവകുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വത്തെ അല്ലാഹു തആല സാർവദേശീയ പ്രവാചകനായിട്ട് ലോകത്തിനും മുമ്പിൽ അവതരിപ്പിക്കും എന്ന് പ്രവചനം ചെയ്ത ഗോസ്പൽസ് എവിടെ? അതുപോലെ തോറ എവിടെ? അവരുടെ കയ്യിൽ അന്നും ഇന്നും ഉണ്ട് അങ്ങനൊരു പ്രവാചകനെ കുറിച്ച്. ആ പ്രവാചകൻ കൊണ്ടുവന്ന ഈ അധ്യാപനത്തെയാണ് ഇന്ന് ലോകമെമ്പാടും ചവിട്ടി മെതിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുന്ന മുസ്ലിം സമൂഹം. ഇഹലോക സുഖങ്ങൾ തേടിയുള്ള ഈ യാത്ര, അങ്ങനെ നമ്മൾ അങ്ങോട്ട് മാത്രം കണ്ണ് തുറന്നു വെക്കാതെ ആ കണ്ണ് നമ്മുടെ ഉള്ളിലോട്ട് കൂടി ഒന്ന് തിരിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ചിത്രവും നമുക്ക് കാണാൻ കഴിയും. യൂണിവേഴ്സൽ പ്രോഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം, അങ്ങനെ സാർവദേശീയമായ ഒരു പ്രവാചകൻ ഈ ജൂത ക്രിസ്തീയ തലമുറകളിൽ നിന്ന് അവർക്ക് തന്നെ അഭിമാനിക്കത്തക്ക നിലയിൽ അല്ലാഹു തആല മുഴു ലോകത്തേക്കുമുള്ള വിശ്വപ്രവാചകനായി നിയോഗിച്ചിട്ട് അവരെ പീഡിപ്പിക്കുകയും തള്ളിക്കളയുകയും ആ മെസ്സേജ് വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്ത ആളുകളുടെ കൂടെ അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരോ യുരീദൂന, അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അൻതദില്ലു സബീല, നേർവഴിയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല ഒരു കാരണവശാലും. അതുകൊണ്ട് വഴി തെറ്റിയ മാർഗത്തിലൂടെ തന്നെ അതിനുള്ള എല്ലാ കരുക്കളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദിസ് വേ, ഈ നിലയിൽ ദാറ്റ് ദേ പർച്ചേസ്ഡ് എറർ, അങ്ങനെ അവർ തെറ്റുകളെ വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ റിഫ്രഷിംഗ് ഗൈഡൻസ് ഫ്രം ഗോഡ്, പുതുപുഷ്പം അല്ലെങ്കിൽ പുതുഫലം, അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ പുതിയ ഫലം വിശുദ്ധ ഖുർആൻ, അതവർ സ്വീകരിക്കുന്നതിന് പകരം അതിനെ തള്ളിക്കളഞ്ഞതിൻ്റെ പഴയതും കൊണ്ട് നടക്കുകയാണ്. ഇൻ ദ ഫോം ഓഫ് ദ അഡ്വെൻറ്റ് ഓഫ് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ചും അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന റഫ്രഷായ നല്ല പുതിയ പഴുത്തു പാകമായ നല്ല സാധനങ്ങൾ അദ്ദേഹം വിതരണം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അതിന് വേണ്ടാന്ന് വയ്ക്കുകയും തള്ളിക്കളയുകയും ചെയ്തവരാണ്. ദേ ജസ്റ്റ് നോട്ട് ഓൺലി ഡിറ്റസ്റ്റഡ്, അവർ അങ്ങനെ ഈ വലിയ ക്രോധത്തിന് അകപ്പെടുക മാത്രമല്ല, അള്ളാഹ്സ് മെസ്സേജ് ആൻഡ് മെസ്സഞ്ചർ, അള്ളാഹുവിൻ്റെ സന്ദേശത്തെയും അള്ളാഹുവിൻ്റെ ദൂതനെയും അവരങ്ങേയറ്റം വെറുത്തു. ബട്ട് ദേ വെയർ ആൻ ഈവിൽ ആർമി, അതങ്ങനെ വെറുത്ത് അങ്ങ് കളയുക മാത്രമല്ല, അവർ ഒരു
തെറ്റായ സംഘമാണ്, ക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആർമിയാണ്, സൈന്യമാണ്. when they were an evil army doing everything in their power. അവരുടെ അധികാരത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്താ? മോശമായ കാര്യങ്ങൾക്ക്, തെറ്റായ വഴികളിലൂടെ അവർ ചെയ്യും. ടു ഡീവിയേറ്റ് ദ ബിലീവേഴ്സ് ഫ്രം ദ റൈറ്റ് പാത്ത്സ്. നേർവഴിയിൽ നിന്നും സത്യവിശ്വാസികളെ മാറ്റിക്കളയണം. അതിനുവേണ്ടി അവരുടെ അധികാരത്തിൽപ്പെടുന്ന എന്ത് കാര്യവും അവർ ചെയ്യും. പണം വേണോ പണം തരാം, സൗകര്യങ്ങൾ വേണോ സൗകര്യം തരാം, സുഖസൗകര്യങ്ങൾ വേണോ അത് തരാം, എന്താണോ വേണ്ടത്. പക്ഷേ നിങ്ങൾ ആ മുഹമ്മദ് കൊണ്ടുവന്ന ആ ഫ്രഷായ ആ സാധനത്തെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതുകൊണ്ട് കണ്ട ഈ തന്നിരിക്കുന്ന ഈ ഇഹലോക സുഖഭോഗങ്ങൾ എല്ലാം നിങ്ങളുടെ മുമ്പിൽ 1 by 1 നിരത്തി വച്ചിരിക്കുക. അങ്ങനെ അതിൻ്റെ പുറകിൽ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അകപ്പെട്ടു പോയവരാണ് നമ്മളും. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ വളരെ ശ്രമകരമായ ജോലി ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അള്ളാഹു തആല അവൻ നേർവഴിയിലൂടെ നമ്മെ അവരെ നയിക്കട്ടെ. ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി അള്ളാഹു തൗഫീഖ് ആണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.